LED ഹെഡ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ DRL ആക്കി കാണിച്ചാൽ ഇവിടെ ഹാൻഡിലിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഹെഡ് ലാമ്പ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഹെഡ് ലാമ്പ് ഓഫ് ആക്കുമ്പോൾ ഇവിടെ DRLs പണ്ടത്തെ നമ്മൾ NSൻ്റെ ഇങ്ങനെ വിട്ടിരുന്ന സംഭവമല്ലേ അനലോഗ്, അതൊക്കെ മാറി പക്ക ഒരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തുള്ളത്. ഇറ്റ്സ് മീ സ്പൈറഡ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2024 മോഡൽ പൾസർ NS 160 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമ്മൾ വണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തുള്ളത് മാനന്തവാടി KVR മോട്ടോഴ്സ് ബജാജ് എന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഞാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാനെന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ മേജറായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, LED ഹെഡ് ലാംപ്സ്. ഇതിപ്പോൾ LED ഹെഡ് ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ DRL ആക്കി കാണിച്ചാൽ ഇവിടെ ഹാൻഡിലിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഹെഡ് ലാമ്പ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഹെഡ് ലാമ്പ് ഓഫ് ആക്കുമ്പോൾ ഇവിടെ DRLs, രണ്ട് സൈഡിൽ DRLs എത്തും. പിന്നെ ഹെഡ് ലാമ്പ് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഡിമ്മ്, ഇവിടെ ബ്രൈറ്റ്, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഹെഡ് ലാമ്പിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, എന്താ പറയുക, പെർഫോമൻസ് അടിപൊളിയാണ്. ലുക്കിൽ നല്ല രീതിയിലൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം പണ്ടൊട്ടേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു NSൻ്റെ ഹെഡ് ലാമ്പ് എന്ന് പറയുന്ന ഒരു ഹാലോജൻ ആ ഒരു യൂണീക്കായിരുന്നു. പക്ഷേ കൊല്ലങ്ങളായില്ലേ, ഒരു ചേഞ്ച് വേണ്ടേ, LED കൊണ്ടുവരണം, വൃത്തിയിടാനും പാടില്ല, രണ്ടും കൂടി അത്ര അങ്ങ് നടക്കൂല. ഇതിലെന്താ പറയുക, വലുതായിട്ട് ബോറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചെറുതായിട്ട് എന്താ പറയുക, ഇവിടെ ഒരു ഹമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോമിനറിൻ്റെ സെയിം ഇൻഡിക്കേറ്റേഴ്സ്, ഡോമിനറിൻ്റെ അതേ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മോഡൽ അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ 180 ടയറാണ് കൊടുത്തിട്ടുള്ളത്, 2+ അലോയ്സ് ആണ്. ബ്രേക്കിൻ്റെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഡുവൽ ചാനൽ ലെവേഴ്സോടുകൂടിയ ബ്രേക്ക് സിസ്റ്റമാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ലുക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർത്തി നമുക്ക് ഒരു രക്ഷയില്ല. ഈ പെയിൻ്റ് ഉണ്ടല്ലോ, വെയിലത്തൊക്കെ വെക്കുമ്പോൾ ശരിക്കും തിളങ്ങും, അടിപൊളി ഒരു കളറാണ്. പൾസറിൻ്റെ ഇറങ്ങി വെച്ചിട്ട് തന്നെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഇതും ബ്ലാക്കും. സൂപ്പറായിട്ടുണ്ട്. ഇവർ ഇറക്കി വെച്ചിട്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കളറാണ് ഇതൊക്കെ. ബാക്കിലോട്ട് വരുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ലുക്കിൽ ആ ഒരു മാറ്റം വന്നിട്ടുള്ളൂ, ഫ്രണ്ടിലുള്ള ഹെഡ് ലാമ്പിൻ്റെയും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെയും മാറ്റം. പിന്നെ അടുത്തായിട്ടാണ് നമ്മൾ മേജറായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുള്ളത്, നമ്മുടെ മീറ്റർ ഒരു രക്ഷയില്ല, ഒരു സൂപ്പർ മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. പണ്ടത്തെ നമ്മൾ NSൻ്റെ ഇങ്ങനെ വിട്ടിരുന്ന സംഭവമല്ലേ അനലോഗ്, അതൊക്കെ മാറി പക്ക ഒരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടങ്ങിയ ഒരു മീറ്ററാണ് ഇനി വന്നിട്ടുള്ളത്. സംഭവം എന്തായാലും നൈസായിട്ടുണ്ട്. ഇതിലിപ്പോൾ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ടാക്കോമീറ്റർ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ ടു empty, കിലോമീറ്റർ മൈലേജ് എത്ര, അതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ സിഗ്നൽസ്, വാണിംഗ് സിഗ്നൽസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ജസ്റ്റ് ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്ത് ഓൺ ആകുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓൺ ആകുമ്പോൾ കത്തിക്കിടക്കും. ഇവിടെ മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ USB പോർട്ട് ചാർജിങ്ങിന് കേട്ടോ, ചാർജിങ്ങിനായിട്ട് USB പോർട്ടും വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല അപ്ഡേഷനാണ്. ബാക്കി ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ അഡീഷണലായിട്ട് എന്താ പറയുക, ഹെഡ് ലാമ്പ് ഓഫ് ആക്കാനായിട്ട്, അതായത് DRLs എത്തി നിൽക്കാൻ മാത്രം, പിന്നെ ഹെഡ് ലാമ്പ് ഫുൾ ടൈം ഓൺ ആയിരിക്കാൻ, അങ്ങനെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ബ്ലൂടൂത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു M എന്ന് പറഞ്ഞ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഒരു 160cc 12 ലിറ്റർ ധാരാളമാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഇവിടെ കൂടെ ഒക്കെ എന്താ പറയുക, സ്റ്റിക്കറിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. റെഡ് കൂടെ കണ്ടില്ലേ 160 എഴുതിയിട്ടുള്ള. അതുപോലെ തന്നെ ഇതാ ഈ റെഡിൻ്റെ അടിയിൽ കൂടെ ഒരു സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡ് സിൽവറിലും അതുപോലെ തന്നെ വൈറ്റിലും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ NS 160. പിന്നെ ഗ്രാംബ്രയിൽ നമ്മളെ പണ്ടത്തെ തന്നെയാണ്. വേറെ ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടൊരു മാറ്റമൊന്നുമില്ല. പെർഫോമൻസും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ മാറിയിട്ടൊന്നുമില്ല. എഞ്ചിൻ അതേ സെയിം എഞ്ചിനാണ്, ലുക്കും അതേ സെയിം ലുക്ക് തന്നെയാണ്. അപ്പാടെ ഹെഡ് ലാമ്പും മീറ്ററും അത് മാത്രമാണ് മേജറായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിലോട്ട് വരുമ്പോൾ നമ്മളെ NSൻ്റെ യൂണീക്നെസ് ആണ് ടെയിൽ ലാമ്പ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ബാക്കിൽ ഇൻഡിക്കേറ്റർ മാറിയിട്ടുണ്ട്. പിന്നെ റയറിൽ മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിലത്തെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 130/70 വന്നിട്ടുള്ളത്. ശരിക്കും ഒരു 140 150 ഇതിൽ നീ കയറ്റാം, വലിയ സീൻ ഉണ്ടാവില്ല. 140 ഒരു പ്രശ്നം ഉണ്ടാവില്ല. 140 പറയുമ്പോൾ നമ്മളെ FCൻ്റെ ടയർ സൈസ് എങ്ങനെയാണ് അതുപോലെ ഉണ്ടാവും, വലിയ സീനൊന്നും ഉണ്ടാവില്ല, അടിപൊളിയായിരിക്കും. പിന്നെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ സാധാ അത് തന്നെയാണ് വന്നിട്ടുള്ളത്. വണ്ടീൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 160.3cc ഓയിൽ കൂൾഡ് 4 വാൾവ് F എഞ്ചിനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഈ എഞ്ചിനിൽ 16.96 bhp പവറും അതുപോലെ തന്നെ 14.6 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എഞ്ചിന്. വണ്ടീൻ്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 52 കിലോമീറ്ററാണ്. 52 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ
ചിലപ്പോൾ നമ്മളെ യൂസ് അനുസരിച്ച് കൂടാം കുറയാം. എന്തായാലും ഒരു 50 ഷുവറാണ്. 50ൻ്റെ പ്ലസ് കിട്ടാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. വണ്ടീനെ പുറത്തുനിന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് ഒരു സാരി ഗാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഫുഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ടാങ്കിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ സൂപ്പർ കേട്ടോ, ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലുതായിട്ടൊന്നും പറയാനില്ല, പണ്ടത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല സീറ്റിലൊന്നും. പിന്നെ വണ്ടിക്ക് കിക്കർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കിക്കർ ശരിക്കും ഒഴിവാക്കായിരുന്നു. ഈ NS 200 അതുപോലെ തന്നെ 160 തമ്മിൽ മെയിനായിട്ട് വ്യത്യാസം എന്ന് പറയാൻ ആ ഒരു കിക്കറാണുള്ളത്. ബാക്കിയൊക്കെ ലുക്കിൽ സെയിമാണ്. ആ 160ൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ വണ്ടിയിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒന്നല്ല, കംപ്ലീറ്റ് 95% ഒരുപോലെ തന്നെയാണ് ഇറക്കിയിട്ടുള്ള സ്റ്റിക്കറും അതുപോലെ തന്നെ എഞ്ചിനും കിക്കറും. അത് മാത്രമാണ് മെയിനായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയിൽ കയറി വെച്ചിട്ടുണ്ടെങ്കിൽ 805 സീറ്റായിട്ട് വരുന്നത്. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ FC എടുക്കുന്ന പോലെ തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. സൂപ്പറാണ്. ഹാൻഡിൻ്റെ ഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഇത്തിരി സ്പോർട്ടി ആയിട്ടാണ് വണ്ടി വന്നിട്ടുള്ളത്. സ്പോർട്ട് ബൈക്കാണ്. ഹാൻഡ് ബ്രേക്ക് സ്വിച്ചസൊക്കെ നേരത്തെ പറഞ്ഞു. പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. വണ്ടിക്ക് 152 കിലോഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് വണ്ടീനെ കുറിച്ച് എന്താ പറയുക മെയിനായിട്ട് പറയാനുള്ളത്. ജസ്റ്റ് എക്സോസ്റ്റും കൂടി നമുക്ക് കേൾപ്പിച്ചു തരാം. വണ്ടീനെ കുറിച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പാടെ മീറ്ററാണ്. മീറ്റർ ജസ്റ്റ് നമുക്ക് വല്ലാത്തൊരു ഫീലാണോ. പണ്ടത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ എന്താ പറയുക, പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു മീറ്ററാണ് ഇതിന് വന്നിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റൽ, നെഗറ്റീവ് LCD കേട്ടോ. സാധാരണ എന്താ പറയുക, നമ്മളെ വെള്ളയിൽ കറുപ്പ് അക്ഷരമായിരിക്കും, ഇത് കറുപ്പിൽ വെള്ള അക്ഷരമാണ്. നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, വിസിബിലിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കാണിച്ചു തരാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഗിയറിലാണുള്ളത് വണ്ടി. നമ്മൾ സ്റ്റാൻഡ് ഇടുന്നു, വണ്ടി ഓഫ് ആവുന്നു. ഇപ്പോൾ നമ്മൾ ഗിയറിലാണ് കിടക്കുന്നത്. ക്ലച്ച് പിടിച്ചു, സെൽഫ് അടിക്കുന്നു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതേ സമയത്ത് നമ്മൾ സ്റ്റാൻഡ് തട്ടുന്നു, സെൽഫ് അടിക്കുന്നു, വണ്ടി സ്റ്റാർട്ടാവുന്നു. ഇതാണ് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഈ പൈൻ്റെ മുകളിൽ ആരും കുതിര ഇറങ്ങാൻ നിൽക്കണ്ട. ഇനി ജസ്റ്റ് വണ്ടീൻ്റെ എക്സോസ്റ്റും കൂടി കേൾപ്പിച്ചെന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഒച്ചയിൽ കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഇനി അണ്ടർബെൽ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. അതായത് ഇത്ര പേരുള്ള സൈലൻസർ ഒഴിവാക്കിയിട്ട് ഇവിടെ സൈലൻസർ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിനാണ് അണ്ടർബെൽ എക്സോസ്റ്റ് എന്ന് പറയാം. പിന്നെ വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത് 1,90,000 ആണ്. 200-ന് ഓൾമോസ്റ്റ് 220 ആണെന്ന് തോന്നുന്നുണ്ട്. 200 ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതിന് 1,90,000 ആണ് വരുന്നത്. ഇനിയിപ്പോൾ പ്രൈസ് ഞാൻ കറക്റ്റ് NS 160-ൻ്റെയും 125-ൻ്റെയും 200-ൻ്റെയും 400-ൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ പ്രൈസ് ചെക്ക് ചെയ്യാം. പിന്നെ കീവർ മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അവരായിട്ട് ഇനി ഈ വണ്ടീനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ വണ്ടി നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ടൊരു കാരണം പറഞ്ഞാൽ, ഒന്ന് മൈലേജ് സൂപ്പറാണ്. 52 കിലോമീറ്റർ കമ്പനി പറയുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു മൈലേജ് തന്നെ വണ്ടിക്ക് കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് സ്പെക്കാണ്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പെക്കിൽ അടിപൊളിയാണ് വണ്ടി. എല്ലാം കൊണ്ടും LED ഹെഡ് ലാമ്പ്, ഇൻഡിക്കേറ്റേഴ്സ്, USD ഫോക്സ്, ഡുവൽ ചാനൽ ABS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടങ്ങിയ മീറ്റർ പോരെ. ഇത് കൂടുതലൊരു വണ്ടിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? പോരാത്ത അത്യാവശ്യം നല്ല പവറും കിട്ടുന്നുണ്ട്, നല്ല മൈലേജും തരുന്നൊരു വണ്ടിയാണ്. പുള്ളിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. റൈഡിങ് കംഫർട്ടും ഇതുവരായിട്ട് എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് അടിച്ചിട്ടില്ലേ വണ്ടീനെ കുറിച്ച് റൈഡിങ് കംഫർട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ, സീ നെക്സ്റ്റ് വീഡിയോ.